ബേബിച്ചായോ, ഈ കക്ഷി ഈപ്പന്റെ ആള് തന്നെ. അതായത് ഈപ്പൻ കൊടുത്ത ചെക്കുകൾ അയാളുടേതല്ല, ഈ സാമുവൽ ജോണിൻ്റെതാ. കാര്യങ്ങൾ ഒരു അന്തം വിട്ട രീതിയിൽ പോവാണല്ലോ ബേബിച്ചായ. നോ, കാര്യങ്ങൾ ഈസിയാണ് ബാലു. 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന്, ഈപ്പൻ സാമുവൽ ജോണിന്റെ ബിനാമി ആയിരിക്കും. പക്ഷേ കോടീശ്വരനായ ഈപ്പൻ മറ്റൊരാളുടെ ബിനാമിയാകേണ്ട കാര്യം എന്ത്? സാമുവൽ ജോൺ ഈപ്പന്റെ പാർട്ട്ണർ ആയിരിക്കാം, എ സൈലന്റ് പാർട്ട്ണർ. ഈപ്പൻ ധാരാളിത്തം കാണിക്കാൻ മാത്രം കോടികളുടെ വൈറ്റ് മണി ബാങ്കിലുള്ള ധനാഢ്യനായ ഒരു കോട്ടയം പ്ലാന്റർ. സോ ട്രേസ് ഹിം. അയാളെ ട്രേസ് ചെയ്തിട്ട് എന്തിനാ ചായ? ഈപ്പന്റെ സമ്പാദ്യങ്ങൾ എവിടെ നിന്നാണെന്നല്ലേ നമുക്കറിയേണ്ടത്. ഈപ്പന്റെ സമ്പാദ്യമാണല്ലോ ഈ സാമുവൽ ജോൺ. മനസ്സിലായില്ലേ? എനിക്കും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ചില ഊഹാപോഹങ്ങൾ, പോസിബിലിറ്റീസ് ഉള്ള ചില ഇമ്പോസിബിലിറ്റീസ്. ലെറ്റ് us try. കോട്ടയം വരെ ഒന്നും പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. സാമുവൽ ജോൺ, പുത്തൻതോപ്പിൽ ബംഗ്ലാവ്. അങ്ങനെ ഒരാൾ ഈ മണർകാട് കരയിലേ ഇല്ല. അങ്ങനെ ഒരു വീട്ടുപേരും ഇല്ല. ഈ സാമുവൽ അച്ചായൻ ഇച്ചിരി പ്രായമുള്ള ആളാ. ഒരു 80 വയസ്സ് വരും. ഇല്ലെന്ന്. കഴിഞ്ഞ 16 കൊല്ലമായിട്ട് മണർകാട് പള്ളി കമ്മിറ്റിയിൽ ഈ ഞാനുണ്ട്. എനിക്കറിയാമേത്ത് ഏത് സാമുവല് ഏത് ജോണ്. മണർകാട് പള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾ യാക്കോവക്കാരാ. ഞാൻ അന്വേഷിക്കുന്ന സാമുവൽ ജോൺ ഒരു പക്ഷേ കത്തോലിക്കനോ ഓർത്തഡോക്സോ മാർത്തോമയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ? എടാ കൊച്ചനെ, എനിക്ക് യാക്കോവാക്കാരെ മാത്രമല്ല ഈ കരയിലുള്ള സകലരേ പറയും. മണർകാട്, അരിപ്പറമ്പ്, മാലം, ഈ 3 റേഷൻ കടകൾ കഴിഞ്ഞ 32 വർഷമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നവനാ ഈ കുഞ്ഞേപ്പ്. ഓഹോ, അപ്പൊ ഒരുപാട് റേഷൻ മണ്ണെണ്ണയും ഗോതമ്പും മറിച്ചു വിറ്റ കൈയാണല്ലോ കുഞ്ഞേപ്പി ചേട്ടാ ഇത്. സാറ് സിവിൽ സപ്ലൈസിന്റെ വിജിലൻസിൽ നിന്നാണ്. ഇവിടത്തെ കട്ടിയും ത്രാസും ഒക്കെ കറക്റ്റ് ആണല്ലോ അല്ലേ? ഒരു മങ്ങതിരിയൊക്കെ. സാർമാർക്ക് ചായ പറയട്ടോ? ചായ ലാസ്റ്റ് മതി. നല്ല ബീഫ് കിട്ടുമെങ്കിൽ ഒരു 3 പൊറോട്ട പറയട്ടെ ചൂടെ. നല്ല നാടൻ ഏത്തപ്പഴം കിട്ടുമോ? പഴമോ പുഴുങ്ങിയതോ? 2 എണ്ണം പുഴുങ്ങിയത്. പുഴുങ്ങാത്ത ഒരു 2 ഡസൻ പൊതിഞ്ഞെടുത്തു. അങ്കമണിക്ക് വലിയ ഇഷ്ടമാണ് നാടൻ ഏത്തപ്പഴം. സാമുവൽ ജോണിനെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടും ഈ ബേബി ചായൻ ഇത്ര ഹാപ്പി മൂഡിൽ എന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ? അതെ, അയാൾ ഇനി എവിടെ പോയി തപ്പാനാ? അയാളെ എങ്ങും തപ്പിട്ട് കാര്യമില്ല. അങ്ങനെ ഒരാളില്ല. ഇത് ഞാൻ നേരത്തെ ഊഹിച്ചതാ. സാമുവൽ ജോൺ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും ഈപ്പന്റെ കുബുദ്ധിയിൽ മാത്രമാണ്. പിന്നെ ഓറിയന്റൽ സെൻട്രൽ ബാങ്കിന്റെ റെക്കോർഡുകളിലും. യഥാർത്ഥത്തിൽ സാമുവൽ ജോൺ എന്നൊരാളില്ല. ഇല്ലാത്തൊരാളുടെ പേരിൽ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട്, കോടികളുടെ നിക്ഷേപം. നിക്ഷേപിക്കുന്നതും തിരികെടുക്കുന്നതും ഈപ്പൻ മാത്രം. ഇതൊക്കെ ബേബിച്ചാന്റെ ഊഹാപോഹങ്ങളല്ലേ? അതെ, ഒരു തെളിവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഊഹാപോഹമല്ല, പ്രൂവ്ഡ് ഫാക്ട്, നിജം. എന്താ തെളിവ്? സാമുവൽ ജോൺ ബോംബെയിലെ സത്താറാം സവേരിക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ചെക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ്, അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈപ്പൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ്സ് ഓൾ. ജാക്കിർ അലിക്ക് ജോലിയായി. അധിക അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരുത്തന്റെ ഒപ്പായത്. അതായത് നിരക്ഷരകുക്ഷിയായ ഒരു കോടീശ്വരനാണ് സാമുവൽ ജോൺ. അത് ഈപ്പൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുകയേ വേണ്ടൂ. ഈപ്പൻ ഒപ്പിട്ട പഴയൊരു വൗച്ചർ, അതായത് സ്പിന്നിംഗ് മില്ലിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. ഇത് തന്നെ ധാരാളം. Yes, both are exactly same. Congratulations, bhai. അമ്പടാ, അപ്പൊ സാമുവൽ ജോണിന് വേണ്ടി ഒപ്പിടുന്നത് ഈപ്പൻ മുതലാളി തന്നെ. സാമുവൽ ജോൺ എന്നൊരാൾ ഇല്ല മീനു. വൺ ആൻഡ് ഓൺലി ഇട്ട് ഈപ്പൻ. ഇൻകം ടാക്സ് വരെ പേടിക്കണ്ട, വെൽത്ത് ടാക്സ് വരെ പേടിക്കണ്ട, ഇടപാടുകാരന്റെ സോഴ്സ് അന്വേഷിക്കാത്തതുകൊണ്ട് ബാങ്കുകാരെയും പേടിക്കണ്ട. ഈപ്പന്റെ നിരക്ഷര ബുദ്ധി തെളിഞ്ഞതാണെങ്കിലും ഒന്നാം തരം കുശാഗ്ര ബുദ്ധി. ബ്ലാക്ക് മണി സൂക്ഷിക്കാൻ ഇല്ലാത്തൊരാളുടെ പേരിൽ അക്കൗണ്ട്. ഇല്ലാത്തൊരാളുടെ പേരിൽ എങ്ങനെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങും? അതിന് ബാങ്കുകാർ സമ്മതിക്കോ? നേരാണല്ലോ. ഇപ്പോ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം കടമ്പ കടക്കണം. തിരിച്ചറിയൽ കാർഡ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആള്, ഫോട്ടോ. അതൊക്കെ ഇപ്പോഴല്ലേ മീനു. പണ്ട് ഇത് വല്ലതും വേണോ അല്ലേപ്പാ? എവിടുന്ന്? വഴിയെ പോകുന്നവനെ ഓടിച്ചിട്ട് പിടിച്ച് അക്കൗണ്ടിൽ ചേർക്കും. എന്റെ ബേബി, എടാ പണ്ട് ഈ മാനേജർ ഇല്ലായിരുന്നു, ഏജന്റാ. So bhai, what's next? മലയിൽ സ്പിന്നിംഗ് മിൽസ് ഈപ്പം വിൽക്കാൻ പോവുക. പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും പരസ്യം ഉണ്ടായിരുന്നു. പരസ്യം ഞാനും കണ്ടായിരുന്നു. പക്ഷെ അതിന്റെ കാര്യം എന്തോന്നാ? മില്ലി ലാഭത്തിലാണല്ലോ. ഈപ്പനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമാണ് ഈസി, മോർ പ്രോഫിറ്റബിൾ. മക്കൾക്കും അതാ താല്പര്യം. പക്ഷേ നമുക്ക് വേണ്ടത് ആ സ്പിന്നിംഗ് മില്ല. സാക്കിർ, നീ ഈപ്പനെ ചെന്ന് കാണണം. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
പരസ്യം കണ്ടു വന്നൊരു ബിസിനസ്സുകാരൻ. മറ്റാരും ഓഫർ ചെയ്യുന്നതിനേക്കാളും 1-2 ലക്ഷം കൂടുതൽ ഓഫർ ചെയ്തോളൂ. എന്ത് വില കൊടുത്താലും വേണ്ടില്ല, എനിക്ക് വേണ്ടി നീ ആ മില്ല് വാങ്ങണം. എനിക്ക് വേണ്ടിയില്ല, ദാ ഇവർക്ക് വേണ്ടി. ഇവരാണ് യഥാർത്ഥത്തിൽ മലയിൽ സ്പിന്നിംഗ് മിൽസിന്റെ ഓണേഴ്സ്, അല്ലേപ്പാ? തീർച്ചയായും. അയ്യോ, അതിന് കോടിക്കണക്കിന് രൂപ വേണ്ടേ മോനെ? ഇത്രയും കാശ് എവിടുന്നാ? അതൊക്കെ നമ്മൾ ഉണ്ടാക്കുവാ അമ്മച്ചി. യു ക്യാരി ഓൺ. $50 ലക്ഷമുണ്ട്. ഓൺലി ടോക്കൺ അഡ്വാൻസ്. ബാക്കി പേയ്മെന്റ് നാളെ. നാളെ? അറ്റ് വാട്ട് ടൈം? ബാങ്ക് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ്, ബിഫോർ 2 o'clock. രാമു, നീ വലിയ ഗ്രാഫിക് ഡിസൈനർ അല്ലേ? എനിക്ക് 1-2 ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വേണം, ഒറിജിനലിനെ വെല്ലുന്നത്. എന്തൊക്കെയാ ചായ? പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, ക്രെഡിറ്റ് കാർഡ്, കരം കെട്ടിയ രശീത്. ആരുടെ പാസ്പോർട്ട്? സാമുവൽ ജോണിന്റെ. അച്ചായന് വയസ്സായി. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇപ്പൊ പഴയതുപോലെ പലിശയൊന്നുമില്ല. അതുകൊണ്ട് സാമുവൽ അച്ചായൻ തന്റെ പേരിലുള്ള ഓറിയന്റൽ സെൻട്രൽ ബാങ്കിലെ അക്കൗണ്ട് പിൻവലിക്കുന്നു. ആടാ പടല. ഗുഡ് മോർണിംഗ് സർ. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? എനിക്ക് നിങ്ങളുടെ മാനേരെ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ മാനേജറെ കാണാൻ ബുദ്ധിമുട്ടാവും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ മാനേജരല്ല, ചെയർമാൻ സെൻഗുപ്ത വന്ന് തൊഴുതു നിൽക്കും. റൂബി, Yes, sir. ഇൻട്രൊഡ്യൂസ് മീ. He's Mr. Samuel John Puthentopil Bangalore from Manarkad, Kottayam. സാമുവൽ ജോൺ, SP അക്കൗണ്ട് നമ്പർ 3. യു സെഡ് ഇറ്റ്. ക്ഷമിക്കണം സർ, പ്ലീസ് ഡൗൺ. മാഡം പ്ലീസ് 1 minute സർ, ജസ്റ്റ് 1 minute. ഐ എം രാംകുമാർ, ബ്രാഞ്ച് മാനേജർ സർ. പേരിലൊന്നും വലിയ കാര്യമില്ല, സർവീസാണ് പ്രധാനം. ഐ എം അറ്റ് യുവർ സർവീസ് സർ. Then you prove it, man. പ്ലീസ് കം. പ്ലീസ്. സാമുവൽ സാറ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിപ്പോസിറ്ററാണ്. അതുകൊണ്ട് സ്റ്റാഫിനൊക്കെ ആളെ കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാനൊരു കാഴ്ച വസ്തുവല്ല. It's very hot. Take your seat. നിങ്ങളുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററായ സാമുവൽ ജോൺ ഞാൻ തന്നെയാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ? താനെന്നല്ല, തനിക്ക് മുമ്പുണ്ടായിരുന്ന മാനേജർമാര് പോലും എന്നെ അറിയത്തില്ല. ഞങ്ങളെ ഡെപ്പോസിറ്റിൽ ചേർത്തത് അന്നത്തെ ബാങ്ക് ചെയർമാനായിരുന്ന സമ്മർ ഗംഗോലി. അതും നമ്മുടെ ഹൗസിൽ വന്നാ ചേർത്തത്. That was in 1965. അന്ന് എനിക്ക് പാലക്കാട്ട് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, കാപ്പിയുടെ. റൂബിയെ, Yes, sir. അതൊക്കെ ഒന്നെടുത്ത് കാണിച്ചു കൊടുത്താട്ടെ. ഇത് സാറിന്റെ പാസ്പോർട്ട്, റേഷൻ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്. ഇത് സാറിന്റെ റോട്ടറി ക്ലബ് കാർഡ്. ബുഷ് നമ്മുടെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചപ്പോ എടുത്ത ഫോട്ടോ അങ്ങ് എടുത്ത് കാണിക്കണി വേണേ. ഏത് ബുഷ്? അമേരിക്കയിലെ രാജീവ് ഗാന്ധി. സാറിനെ പോലൊരാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് സങ്കടമാണ്. സങ്കടപ്പെടണ്ട, യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി. ഞാനിവരെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതെന്റെ ഭാര്യ ചേച്ചക്കു. ഹായ്. പൂച്ചക്കുഞ്ഞല്ല, ചേച്ചക്കുഞ്ഞ്. ഇതെന്റെ സെക്രട്ടറി റൂബി കുഞ്ഞ്. തൊടാതെ സംസാരിച്ചോടെ മനുഷ്യ. എന്റെ കണ്ണ് തെറ്റിയ ഇതിയാന്റെ കൈ സെക്രട്ടറിയുടെ ദേഹത്താ. ബിഹേവ് യുവർ സെൽഫ് ചേച്ചേ. ആ മാനേരെ, എനിക്കൊരു ചെക്ക് ലീഫ് വേണം. ഒരു ചെക്ക് ലീഫിങ് കൊണ്ടുവരും. ഞങ്ങളുടെ പിള്ളേരെല്ലാം അങ്ങ് USA-യില്ല.
അവന്മാർക്കൊന്നും മടങ്ങി വരാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോവുക. ഇവിടെ ഇതിന് മാത്രം പണം കുന്നുകൂട്ടിയിട്ട് എന്നെ എടുക്കാനാ? അത് വല്ല നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ മേലായോ? ആ ചെക്കിങ് തന്നെ. ദാ പേന. വല്യപ്പച്ചോ ഉപ്പിടട്ടോ. നീ ധൈര്യമായിട്ട് ഉപ്പിടാ കൊച്ചുബേബി. കള്ള ഉപ്പിന്റെ ആശാനായിരുന്ന അറക്കളം പീലിയുടെ കൊച്ചുമോനാ നീ. എങ്ങനെയുണ്ട് എന്റെ ഒപ്പ്? കളകിയിട്ടുണ്ട് മോനെ. എത്ര രൂപയ്ക്ക് ചെക്ക് എഴുതണം വല്യപ്പച്ച? നീ ഒരു 9 കോടിക്ക് എഴുത്. പക്ഷെ ഫാക്ടറി മേടിക്കാൻ 5 കോടി മതിയല്ലോ. നീ എഴുതടാ ചേർക്ക. ബാക്കി കാശുകൊണ്ട് വേറെ ചില പുണ്യപ്രവൃത്തികൾ ചെയ്യാനുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എന്നാ പിന്നെ 10 തികച്ച് എഴുതട്ടെ. അവന്റെ അക്കൗണ്ട് അടപടലേ ക്ലോസ് ചെയ്യാം. ഏയ്, അത് പ്രാക്ക് കിട്ടുന്ന പണിയാവട്ടാ. പണ്ട് ഭണ്ഡാരക്കുറ്റി പൊളിക്കുമ്പോഴും ഞങ്ങള് ചില്ലറകൾ അവിടെ ഇട്ടേക്കും. അതാ അതിൻ്റെ ഒരു ശരി. മോഷണം സത്യമുള്ളൊരു തൊഴിലാ മോനെ. ഓക്കെ, റൈറ്റ്. റൂബി, സർ. 9 crores. സാർ, ഇത് യെസ്, 9 crores, 9 കോടി. സാർ, ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെയർ. യെസ്, ഇറ്റ് ഈസ് റെയർ ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ഈ SB അക്കൗണ്ടിന്റെ സുഖം എന്ന് പറയുന്നത് അതാ. 10 പൈസ മുതൽ എത്ര കോടി വേണേലും ഒറ്റ ചെക്ക് മതി. നിയമതടസ്സം വലുതുണ്ടോ? നോ, നത്തിങ് സാർ. പക്ഷേ വേറെ ചില പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. ഇത്രയും വലിയ തുക ഒരു ബാങ്കിലും സൂക്ഷിച്ചു വെക്കാറില്ല. നിങ്ങൾക്ക് ചിലപ്പോ സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള മറ്റ് ബാങ്കുകളിൽ നിന്നുകൂടി പണം അറേഞ്ച് ചെയ്യേണ്ടി വരും. അതിന് നിയമതടസ്സം വല്ലതുണ്ടോ? നോ സാർ. Then hurry up, man. നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇന്നലെ ഒന്ന് വിളിച്ച് പറയേണ്ടതായിരുന്നു. അതിന് രാവിലെ അല്ലേ സർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? കൈ മാറ്റടി അസത്തെ. സാർ, ഒന്ന് വെയിറ്റ് ചെയ്യണം. മാക്സിമം ഹാഫ് ആൻ അവർ. അയ്യോ, അവൻ പോലീസിനെ വിളിക്കാൻ പോയതാണോ? അവൻ റീജിയണൽ മാനേജറെ വിളിക്കും. ഏറിപ്പോയ സോണൽ മാനേജർ. ഇത്രയും വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ മാനേജർക്ക് ചെയ്യണമല്ലയോ? അയാൾ ഈപ്പനെ വിളിച്ചാലോ? നിയമപരമായി സാമുവൽ ജോണിന്റെ അക്കൗണ്ടുമായിട്ട് ഈപ്പന് ബന്ധമൊന്നുമില്ല. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈപ്പൻ ആയതുകൊണ്ട് മാനേജരെ വിളിക്കാൻ സാധ്യതയുണ്ട്. കുഴപ്പാവോടാ പൊടിയാ. മീനു, let us wait and see. Yes, Regional Manager, Oriental Central Bank. What? 9 കോടിയോ? ഓക്കെ, ആസ് പെർ റൂൾ നമ്മൾ പണം കൊടുത്തേ പറ്റൂ. എന്നാലും ഒരു സിംഗിൾ ചെക്കിൽ ഇത്രയും വലിയ തുകയെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റയറസ്റ്റ് ഓഫ് എ റയർ ഇൻസിഡന്റ്. അയാളുടെ ഐഡന്റിഫിക്കേഷൻസ് കറക്റ്റ് ആണല്ലോ? ഫോർജറി അല്ലല്ലോ? പാസ്പോർട്ട് ഐഡന്റിഫിക്കേഷൻ കാർഡ്സ് എല്ലാം കറക്റ്റാണ് സാർ. എന്നാലും എനിക്കൊരു പേടി. സാറൊന്ന് ഇവിടെ വരെ വരണം. അബദ്ധം പറ്റിയ എൻ്റെ 7 ജന്മം കൊണ്ട് തിരുത്താൻ പറ്റില്ല സാർ. ഓക്കെ, ഞാൻ വരാം. താൻ ഏതായാലും SBIയിൽ വിളിച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യൂ. കൊടുക്കുന്നത് ഞാൻ വന്നിട്ട് മതി. എന്തായാലും ഈപ്പൻ മുതലാളി ഒന്ന് വിളിക്കാം. അങ്ങേരുടെ കക്ഷിയാണല്ലോ സാമുവൽ ജോൺ. ഹലോ, ഈപ്പൻ സാറല്ലേ? ഞാൻ മകനാണ്, പീറ്റർ. ഞാൻ തോമസ് മാത്യു, ഓറിയന്റൽ ബാങ്കിന്റെ റീജിയണൽ മാനേജറാണ്. അപ്പൻ കുളിക്കുകയാണ്. ഒന്ന് ഹോൾഡ് ചെയ്യൂ, ഞാൻ നോക്കട്ടെ. അപ്പ ആ ഓറിയന്റൽ ബാങ്കിൽ നിന്ന് റീജിയണൽ മാനേജർ വിളിക്കുന്നു. ബാങ്ക് വരെ ഒന്ന് ചെല്ലണമെന്ന്. എന്താ കാര്യം? കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. അപ്പനോടൊന്ന് ചെല്ലാൻ പറഞ്ഞു വേഗം. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ. ആ സക്കീർ അലിയും അവന്റെ അപ്പനും കാത്തു നിന്ന് ബോറടിക്കണ്ട. കാശ് എന്താ വാങ്ങിച്ചോ, ഞാൻ വരാൻ കാത്തു നിൽക്കണ്ട. ഒപ്പിടാനുള്ള കടലാസുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാ ചെല്ല്. ഹലോ, ഈപ്പൻ ഹിയർ. നോ, ഒരിക്കലും ഇല്ല. നോ ചാൻസ്. വന്നവരാരായാലും കള്ളനാണവൻ, പെരുങ്കള്ളൻ. അത് സാമുവൽ ജോൺ അല്ല. സാമുവൽ ജോൺ അല്ലേ? വേറൊന്നുമല്ല സാർ, കാലം വല്ലാത്തതാ. വന്നവൻ ആൾമാറാട്ടക്കാരനല്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ.
സാമൂൽ അച്ചായനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ കണ്ടതാ. എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. എന്തായാലും ഞാൻ വന്നിട്ട് കാശ് കൊടുത്താൽ മതി. പീറ്ററേ, പീറ്ററേ. ദേ പോയി. പൊടിയാ പോലീസ്. ബേബി ചായ, നമുക്ക് മുങ്ങാം. ഏയ്, അത് നമ്മുടെ പണത്തിന് എസ്കോട്ട് വന്ന പോലീസല്ലേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കക്ഷി എവിടെ? മുടിക്കാത്തോണ്ട് വരണം. എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം. പ്രഷറിന്റെ ആണോ ആവോ? ഏയ്, പ്രായത്തിന്റെയാ. വയസ്സ് 19 ആയില്ലേ? 32. അത് കഴിഞ്ഞ മാസം. എന്താ ഇത്ര താമസം? ഇവരെന്ന് എണ്ണി പഠിക്കാണോ? എടി എടി, എന്നെ അങ്ങോട്ട് തള്ളാൻ ഇത് ചീമൊട്ടയല്ല, ദേ. പൂവായ 1000ന്റെ കെട്ട്. കണ്ടിട്ട് ഡീസന്റ് അല്ലേ? ഓവേ. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ബാങ്കുകാർക്ക് സംശയം തോന്നി കാണും. ബേബി ചായ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ജോൺ സാമുവൽ അപ്പോൾ സാറിനെ കോൺടാക്ട് ചെയ്തതേ ഇല്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല സാറേ. അങ്ങേരിങ്ങനെ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ ഓടി വന്ന് കണ്ടമാനം കാശ് വലിക്കുന്ന ടൈപ്പല്ല. ഇതേതോ തട്ടിപ്പുകാരനാ. കൊന്നു തള്ളും ഞാൻ അവനെ. മേലും കീഴും നോക്കാതെ പണിയെടുത്തുണ്ടാക്കിയ കാശാ. അതിങ്ങനെ കണ്ണി കണ്ടവൻ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സാർ തോക്ക്, കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കും. സർ പ്ലീസ്, വന്നത് തട്ടിപ്പേരാണെങ്കിലും നമുക്ക് വഴിയുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസാ? അതെന്തിനു പോലീസ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടല്ല, പിന്നെ കറൻസിക്ക് എസ്കോട്ട് വന്നതാ. പാർട്ടീസ് എവിടെ? അകത്തുണ്ട്. ഇപ്പ താൻ എന്താടോ ഇപ്പ ഒരുമാതിരി പൊന്ന് കളഞ്ഞു പോയ ജൂവലറിക്കാരന്റെ മാതിരി? തനിക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ലല്ലേ ഡാർലിംഗ്? ഇയാൾക്ക് എന്നെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. അതെ അതെ, അറിയാത്ത പിള്ളേക്ക് അറിയുമ്പോ ചൊറിയും. ഡാർലിംഗ്, തനിക്ക് എന്നാ പറ്റിയോടോ കോപ്പേ? നമ്മൾ ഈ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നത് ഈ പലപ്പാപ്പന് തീരെ പിടിച്ചിട്ടില്ല സർ. ഈ പനപ്പാപ്പൻ നിന്റെ അമ്മ. ഈ പനത് എങ്ങനെ ഇഷ്ടപ്പെടും എന്റെ റൂബി? 40-40 കൊല്ലമായിട്ട് സ്വന്തം പോലെ കൊണ്ടു നടന്ന അക്കൗണ്ട് അല്ലയോ ഈപ്പച്ചോ? തക്കതായ ഒരു കാര്യത്തിന് വേണ്ടിയാ ഞാൻ ആ അക്കൗണ്ട് പിൻവലിക്കുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. സത്യം പറഞ്ഞ ഈപ്പനെ അറിയിക്കാതെ കാര്യം നടത്തണമെന്നായിരുന്നു എന്റെ മനസ്സിൽ. ഈ മാനേജർ അതങ്ങ് പൊളിച്ചു കളഞ്ഞു. ഇവര് തന്നെ വിളിച്ചു വരുത്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. വന്നത് ഒറിജിനൽ സാമുവലാണോന്ന് അവർക്കൊരു സംശയം. ഇപ്പൊ സംശയം മാറിയേ. എന്നാ നിങ്ങളൊന്നും അങ്ങോട്ട് പോയാട്ടെ, ഞങ്ങൾക്കൊരല്പം സംസാരിക്കാനുണ്ട്. അവിടെ നിൽക്കടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. താനിതെങ്ങോട്ട് പോവുകയാണോ? എത്ര നാളായടോ ഒന്ന് അടുത്ത് കണ്ടിട്ട്? എന്നെ ഒറ്റയാ തന്റെ ആപ്പീസ് ഞാൻ പൂട്ടും. എങ്ങനെ? സാമുവൽ ജോൺ തന്റെ സൃഷ്ടിയാണെന്ന് ഞാൻ വിളിച്ചു പോവും. 40 കൊല്ലത്തെ ഫോർജറിക്ക് മിനിമം 10 കൊല്ലം താനകത്ത. അതോ ഇവന്മാരെല്ലാം കൂടി അറിഞ്ഞിട്ടുള്ള കള്ളക്കളിയാണോ? ഇവർക്കൊന്നും അറിയില്ല, പറയണോ? വേണ്ട. ഇതെന്നതാ? അത് ടോർച്ചാട്ടാ. ഇത് ഞാൻ അന്ന് പ്രസന്റ് ചെയ്ത തോക്കല്ലയോ തന്റെ ഷഷ്ടി പൂർത്തിക്ക്? ഡാർലിംഗ്, സീ ദിസ് ഗൺ. അല്ല, നിങ്ങൾ പോയില്ലയോ? സംശയമൊക്കെ തീർന്നോ അതോ തീർന്നില്ലയോ? ഈ കണ്ടീഷനിൽ ഇനി എന്നെ നോക്കിയിട്ട് എന്താ കാര്യം? നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. ഗുഡ്, വേഗം ചെല്ല്. എന്നിട്ട് ആ പണം റെഡിയാക്ക്. ഞങ്ങൾക്കൊരല്പം ധൃതിയുണ്ട്. പന്നി നായിന്റെ മോനെ.
അല്ല, അറക്കളം പീലിയുടെ കൊച്ചുമോൻ, അറക്കളം ബേബി. എനിക്ക് തന്നോട് പഴയ കണക്ക് തീർക്കാനുണ്ട്. ഇതൊരു സാമ്പിൾ വെടിക്കട്ട എന്റെ പീലിച്ചായനെ കൊന്നതിന്. ബാക്കിയുള്ള ദൈവം തന്നോളൂ. ഈപ്പച്ച, എനിക്ക് തന്നെ മേല് നോക്കണമെന്നില്ല. പക്ഷേ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ പരമ്പര ഞാൻ കുളം തോണ്ടും. തെണ്ടി തിന്നാനുള്ള ആരോഗ്യം വിട്ടുതരും അപ്പനും മക്കൾക്കും. അത്ര മാത്രം. അനുസരിക്കുക. ഞാൻ പറയുന്നത് അക്ഷരം വിടാതെ അനുസരിക്കുക. അല്ലെങ്കിൽ മരിക്കുക ഓരോരുത്തരായി. അനുസരിക്കുന്നതല്ലേ എനിക്ക് നല്ലത്. തീർച്ചയായിട്ടും. ഹലോ, ഞാനാ ദീപു. ഓക്കെ 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 ഓക്കെ. ആരാടാ? ബേബി ചേനാ, അകത്തേക്ക് ചെല്ലാൻ. ബാലു. ആ ഇവരാരാ? ഇത് നമ്മുടെ പിള്ളേരാ. പിള്ളാരെന്ന് പറയുമ്പോ പരിമല കെട്ടിച്ച മൂത്ത പെങ്ങടെ മൂത്ത മകന്റെ മക്കളാ. ആ കുടുംബത്തിൽ കംപ്ലീറ്റ് അരട്ടകളാ. കണ്ടില്ലേ, 3 മൂന്നെത്തിയിരിക്കുന്നത്. പെങ്ങളെ താൻ അറിയും. ഉവ്വ്, എല്ലാവരും ഞാൻ അറിയും. ഇനി ഞാൻ ഓർമ്മയിൽ വെച്ചോളാം. അത് നീ ചുമ്മാ പറയൂല. എന്നാലും നീ മറക്കും. എല്ലാവരും ആയുധങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. എടുത്തു. ആയുധങ്ങളാ? ആ, പിള്ളാരെ കയ്യിൽ ഇതുപോലെ ഓരോന്ന് കൊടുത്തിട്ടുണ്ടേ. രൂപ 1ഉം 2ഉം അല്ല. നേരാ, കാലം വല്ലാത്തതാ. തോക്കുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു മനസ്സമാധാനം. കൊള്ളാവുന്ന തസ്കരന്മാര് വന്നാൽ തോക്ക് അവന്മാര് കൊണ്ടുപോകും. Come on children, take the bags. We are moving. Thank you for everything. വീണ്ടും കാണാം. ഈപ്പച്ച, താനും പാടൂ. ഞാൻ എന്തിനാ വരണേ? എനിക്ക് പിന്നെ ഇവിടെ എന്താ കാര്യം? ഇന്ന് എന്നെ കൊണ്ടോണോ ഇത് മുഴുവനും? താൻ പാടൂ. എവിടേക്ക്? സിനിമ കാണാൻ. ഇതേ തിരികെ എടുത്ത് ഫയർ ചെയ്യാൻ എനിക്ക് 1.5 സെക്കൻഡ് മതി. ഐ എം എ ട്രെയിൻഡ് ക്രിമിനൽ. ഇപ്പ നിനക്ക് വെള്ളമറ്റോ കുടിക്കണോ? വേണ്ട. വേണ്ടേ? അപ്പൊ നിങ്ങൾ വിട്ടോ. നമ്മളെങ്ങോട്ടാ? തന്റെ കോർപ്പറേറ്റ് ഓഫീസിലോട്ട്. അതാ സക്കീറല്ലേ? അതെ. അപ്പൊ എന്നെ തൊലയ്ക്കാൻ തന്നെ പരിപാടിയല്ലേ? പിന്നല്ലാതെ. ബാക്കിലെ വണ്ടിയിലുണ്ട്. നേരം കുറെ ആയാലോടാ. ഇട മണി 12:30 സക്കീറിനെ കാണുന്നില്ല, അവൻ്റെ അപ്പനെയും കാണുന്നില്ല. പീറ്റപ്പാ, എനിക്ക് 2 അടിക്കണം. ഇടാ, എൻ്റെ കൈ വിറക്കി നിന്ന്. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനൊരു 15 മിനിറ്റ് കൂടെ നോക്കും. എന്നിട്ടും വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ വരണവരെ നോക്കും.